ഹായ് നമസ്കാരം. എന്നാണ് വിശേഷങ്ങളൊക്കെ? സുഖാണോ? ഇവിടെയും സുഖമായിട്ടിരിക്കുന്നു. നല്ല വിശേഷം. അങ്ങനെ വീണ്ടും നമ്മൾ കണ്ടുപിടിയിരിക്കുകയാണ്. ഇന്ന് എന്നെ കണ്ടാൽ ഒരു ഇൻ്റലക്ച്വൽ ലുക്കിൽ കണ്ടാൽ തന്നെ അറിയാമായിരിക്കുമല്ലോ, ഒരു 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 ടീച്ചർ, ഒരു സ്റ്റുഡൻറ്റ് ടീച്ചർ പോലത്തെ ഒരു ലുക്കൊക്കെയാണ്. അപ്പം ഈ ലുക്കിൽ വന്നേക്കുന്നതിൻ്റെ മെയിൻ കാരണം ഇന്ന് നമ്മൾ അൺബോക്സിങ്ങും റിവ്യൂവും ഒന്നുമല്ല. ഇന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പ്രത്യേകമായിട്ടും പുതിയതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ, എന്നെ കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ പേര് മീനു, നിങ്ങൾ കാണുന്നത് മീനു മറിയം, നമ്മുടെ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആദ്യമായിട്ടാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണെന്നറിയാമോ? അത് നമ്മുടെ സ്കിന്നിനെ പറ്റിയാണ്. അതായത് മിക്കവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഈ CTM റൂട്ടീൻ എന്ന് പലയിടത്തും കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അതെന്താണ്, അതിനെപ്പറ്റി എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ CTM റൂട്ടീൻ ഈ അടുത്തിടയ്ക്ക് CTM റൂട്ടീൻ മാറി, അത് CTSM റൂട്ടീനായിട്ട് മാറി. അപ്പോൾ ഇതൊക്കെ എന്താണ് എന്ന് ഒരുപാട് പേര് സംശയം, നമ്മളെ ഒത്തിരി പേർക്ക് അറിയില്ല എന്താണ് എന്നുള്ളത്. പ്ലീസ് എക്സ്ക്യൂസ് എൻ്റെ പുറകിലുള്ള ഈ സൗണ്ടുകൾ. നല്ല ട്രാഫിക് ടൈമിലാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. സോറി. പോകെ നമുക്കതിൻ്റെ ഇൻറ്റൻസിറ്റിയൊക്കെ കുറച്ച് കൊണ്ടുവരാം. ഓക്കെ. അപ്പോൾ കമ്മിങ് ബാക്ക് ടു ദി ടോപ്പിക്, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് CTM റൂട്ടീനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് CTM റൂട്ടീൻ എന്ന് അറിയുന്നതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഗെറ്റ് ടു നോ യുവർ സ്കിൻ. നമ്മുടെ സ്കിൻ എന്താണ്, നമ്മുടെ സ്കിൻ ടൈപ്പ് എന്താണ് എന്ന് നമുക്കറിയാം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം, ഓർഗൻ എന്താണെന്ന് ചോദിച്ചാൽ അത് സ്കിന്നാണ്, അല്ലേ? നമ്മളുടെ ഫുൾ ബോഡി കവർ ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്കിന്നാണ്. നമ്മളുടെ ഫേസിലെ സ്കിന്ന് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കൈയുടെയും കാലിൻ്റെയും ബോഡിയുടെയും മൊത്തം നമ്മുടെ സ്കിന്ന്. മിക്കവരും നമ്മൾ പൊതുവേ കാണാറുള്ളൊരു ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖത്തെ മാത്രം നോക്കും. ചിലവർ കഴുത്തുകൂടി അത്രയും കെയർ ചെയ്യത്തില്ല. കൈകൾ, കാല് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ സ്കിന്നും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ CTM റൂട്ടീൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ്, ഇതാണ് CTM റൂട്ടീൻ എന്ന് പറയുന്നത്. ആ റുട്ടീൻ CTMനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് ആ റുട്ടീൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റുട്ടീനായിട്ട് ചെയ്യേണ്ടതാണ്. എല്ലാ ദിവസവും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. എല്ലാ ദിവസവും ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യം നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അപ്പം അതാണ് CTM റൂട്ടീനിൽ വരുന്നത്. പിന്നെ എന്താണ് ഈ CTSM റൂട്ടീൻ? പുതിയതായിട്ട് വന്നൊരു ടേമാണ് CTSM റൂട്ടീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലെൻസിങ്, ടോണിങ്, അതിൻ്റെ ഇടയ്ക്ക് ഒരു സെറം, പിന്നെയാണ് മോയ്സ്ചറൈസേഷൻ. ഇങ്ങനെ 4 മെത്തേഡ് അല്ലെങ്കിൽ 4 സ്റ്റെപ്സ് ഓഫ് ബ്യൂട്ടി കെയർ ആണ് നമ്മൾ ഇപ്പം കറൻ്റ്ലി ഉള്ളൊരു ട്രെൻഡിലുള്ളത്. ആക്ച്വലി ഈ ഒരു റുട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു മെത്തേഡ് ഓഫ് ട്രീറ്റിങ് അവർ സെൽഫ്, നമ്മളെ തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മെത്തേഡ് ഓഫ് എന്താ പറയുന്നത്, ടേക്ക് കെയറിങ് ഓഫ് യുവർ സെൽഫ്. ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ ആദ്യം നമ്മളെ തന്നെ ടേക്ക് കെയർ ചെയ്യണം, അല്ലേ? ചുമരുണ്ടെങ്കിൽ ചിത്രം എഴുതാൻ പറ്റുമെന്നത് കാരണവന്മാർ പറയുന്നത് വെറുതെ അല്ല. നമ്മൾ നമ്മളെ തന്നെ കെയർ ചെയ്യണം. അതിന് എന്നും നമുക്കിപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോകാനോ അല്ലെങ്കിൽ എന്നും നമുക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയല്ലായിരിക്കും. പക്ഷേ CTM റൂട്ടീൻ അല്ലെങ്കിൽ CTSM റൂട്ടീൻ നമുക്ക് ഫോളോ ചെയ്യാം, അല്ലേ? ചെറിയ കാര്യമല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ CTM റൂട്ടീനെ കുറിച്ചും CTSM റൂട്ടീനെ കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട്, അതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു വീഡിയോയിൽ അത് ക്ലിയർ ചെയ്യില്ല. അതുകൊണ്ടാണ് നമ്മൾ പല വീഡിയോസായിട്ട് ഇതിനെ പറ്റിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഇതിനൊക്കെ മുമ്പായിട്ട് ഞാൻ പറഞ്ഞു വരുന്നത് സ്കിൻ ടൈപ്പിനെ കുറിച്ച് മനസ്സിലാക്കണം. സ്കിൻ ടൈപ്പ് നിങ്ങൾക്ക് പൊതുവേ അറിയാമായിരിക്കുമല്ലോ. സ്കിന്നിനെ നമ്മൾ പല കാറ്റഗറി ആയിട്ട് തിരിച്ചിരിക്കുന്നതിനകത്ത് സ്കിൻ ടൈപ്പ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിലി സ്കിൻ, ഡ്രൈ സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ. ഇത് കൂടാതെ ചില ഗൂഗിൾ സ്റ്റഡീസിലൊക്കെ നോക്കിയപ്പോഴത്തേക്കും നോർമൽ സ്കിൻ ആൻഡ് സെൻസിറ്റീവ് സ്കിൻ എന്ന് ഉണ്ട്. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇതൊക്കെ, അല്ലേ? നമ്മളൊരു കുരു വന്നു കഴിഞ്ഞാൽ എൻ്റെ സ്കിന്ന് സെൻസിറ്റീവാണ്, അല്ലെങ്കിൽ ഞാൻ വെയിലത്തിറങ്ങി ഒന്ന് ടാൻ ആയപ്പോൾ എൻ്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒന്ന് മുഖം കഴിക്കും, ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് വലിച്ചില്ല, ഒരു ഡ്രൈനെസ് ഒക്കെ തോന്നി നമ്മുടെ സ്കിൻ ഡ്രൈ സ്കിന്നാണ്, അല്ലേ? അപ്പോൾ ആക്ച്വലി എന്താണ് ഈ ഡ്രൈ സ്കിൻ, ഓയിലി സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ, നോർമൽ സ്കിൻ, സെൻസിറ്റീവ് സ്കിൻ? ഇതൊന്നും ഒരു എന്താ പറയുന്നത്, ഒരു ക്രൈറ്റീരിയയിൽ നമുക്ക് കൊള്ളിക്കാൻ പറ്റില്ല. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം ഈ സ്കിൻ ടൈപ്സിനെ കുറിച്ച്.
അപ്പം ഇതിൽ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഡ്രൈ സ്കിന്നിനെ പറ്റിയാണ്. എന്താണ് ഡ്രൈ സ്കിൻ, എങ്ങനെയാണ് ഡ്രൈ സ്കിന്നിനെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്നത്, ഡ്രൈ സ്കിന്നിന് പറ്റുന്ന ക്ലെൻസിങ്, മോയ്സ്ചറൈസേഴ്സ്, ടോണിങ്, ഇതൊക്കെ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ഷോർട്ട് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡ്രൈ സ്കിന്നിൻ്റെ ഏറ്റവും വലിയൊരു ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഒരു ഒരു ജീവനില്ലാത്ത ഒരു ലുക്കായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആയിട്ട് ഒരു വരണ്ട ഒരു ഫേസ് ആയിരിക്കും, അല്ലെങ്കിൽ വരണ്ട ഒരു സ്കിൻ ടൈപ്പ് ആയിരിക്കും. ചെറിയ ചെറിയ പാച്ചസ് പോലെ, വെളുത്ത പാടുകൾ പോലെ. പിന്നെ നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വരഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളിങ്ങനെ വെളുത്ത വര വരിക, അങ്ങനത്തെയൊക്കെ ഒരു ഡ്രൈനെസ് അതിന് കാണും. ഒരു ജീവനില്ലാത്ത ഒരു ലുക്കായിരിക്കും. യൂഷ്വലി നമ്മൾ അങ്ങനെയാണ് പറയുന്നത്, ഒരു ലൈഫ്ലെസ് ലുക്കായിരിക്കും ഉണ്ടാകുന്നത്. വളരെ അൺഈവനായിരിക്കും സ്കിൻ ടോണ്. അതുപോലെ തന്നെ അത് എന്താ പറയുന്നത്, ചില ആൾക്കാർക്ക്, ഡ്രൈ സ്കിൻ ഉള്ള ആൾക്കാർക്ക് ഒരു വലിച്ചിൽ ഫീൽ ചെയ്യുക, ചൊറിച്ചിൽ അനുഭവപ്പെടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നോർമലാണ്. അവരുടെ ഡ്രൈ സ്കിന്നിൻ്റെ ഒരു സിംറ്റം അല്ലെങ്കിൽ ഒരു രീതിയാണ് ഈ പറഞ്ഞതൊക്കെ. അപ്പം ഇങ്ങനെയുള്ള സ്കിന്നാണ് നിങ്ങൾക്കെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആയിരിക്കാം. ഒരു പക്ഷേ എന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സിംറ്റംസ് എല്ലാം തന്നെ ചില കാലാവസ്ഥയിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണ് എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുകയല്ല, ഒരു പക്ഷേ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആയേക്കാം. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ടീസ് ചെയ്യുക, എൻ്റെ സ്കിൻ ടൈപ്പ് എന്താണ്. നമ്മുടെ സ്കിൻ ടൈപ്പ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്കിന്നിനെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യണമെന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്കിൻ ടൈപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈ സ്കിന്നിനെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ട കാര്യം ഹൈഡ്രേഷൻ. വെള്ളം കുടിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. എന്നും പറഞ്ഞു ഓയിലി സ്കിന്നുകാർക്കും കോമ്പിനേഷൻ സ്കിന്നുള്ളവരും വെള്ളം കുടിക്കരുതെന്നല്ല കേട്ടോ. ഡ്രൈ സ്കിന്നുള്ളവർ കുറച്ച് വെള്ളം കൂടുതൽ കുടിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ ഈ ഒരു ഹൈഡ്രേഷൻ നമ്മുടെ സ്കിന്നിനെ ശരിക്കും ഒരു ഡിഫറൻസ് വരും. അത് നമ്മളൊരു 1 to 2 വീക്സ് തുടർച്ചയായിട്ട് നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ചേഞ്ചസ്, നമ്മളുടെ ഹെയറിലുണ്ടാകുന്ന ചേഞ്ചസ്, നഖം, ഈവൻ നെയിൽ ബെഡ്സിൽ പോലും ഉണ്ടാകുന്ന ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ചുണ്ടൊക്കെ നല്ലപോലെ വരണ്ടിരിക്കുന്ന ആൾക്കാരോടൊക്കെ നമ്മൾ പറയാറുണ്ട്, വെള്ളം കുടിച്ചു കഴിയുമ്പോഴത്തേക്കും ശരിക്കും അത് തുടർച്ചയായിട്ട് കുടിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുള്ളൂ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സ്കിന്ന് പതുക്കെ ഇമ്പ്രൂവ് ആയി തുടങ്ങും. അപ്പോൾ അതിലൊരു നാച്ചുറൽ മോയ്സ്ചറൈസേഷൻ ഫാക്ടർ എന്നൊക്കെ പറഞ്ഞ് ഒരു ഫാക്ടറിനെയൊക്കെ കുറിച്ച് വലിയ ടെക്നിക്കലായിട്ടൊക്കെ പറയുന്നുണ്ട്. അതിലേക്കൊന്നും നമുക്ക് പോകണ്ട. നമുക്ക് സാധാരണഗതിയിൽ ഡ്രൈ സ്കിന്നിനെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് നന്നായി വെള്ളം കുടിക്കുക. വെള്ളം കുടിച്ച് നല്ല ഹൈഡ്രേഷനോടുകൂടി ഇരിക്കുക എന്നുള്ളത്. പിന്നെ ഒത്തിരി ഈ സൾഫേറ്റ്സ്, പിന്നെ അല്ലെങ്കിൽ SLS എന്നൊക്കെ നമ്മൾ പറയും, സോഡിയം ക്ലോറൈഡ് സൾഫൈറ്റ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കുളി അവോയ്ഡ് ചെയ്തിരിക്കുക. ഒത്തിരി ഓവറായിട്ട് സ്കിൻ സ്ക്രബ് ചെയ്യാതിരിക്കുക. ഒത്തിരി തരിതരിപ്പുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഭയങ്കരമായിട്ട് സ്ക്രബ് ചെയ്യാതിരിക്കുക. ഓവർ എക്സ്ഫോളിയേറ്റ് ചെയ്യാതിരിക്കുക. കാരണം നമ്മുടെ സ്കിൻ ഓൾറെഡി ഡ്രൈ ആണ്. നമ്മൾ ഓവർ എക്സ്ഫോളിയേറ്റ് ചെയ്ത് നമ്മുടെ സ്കിന്നിലുള്ള ആ ഒരു മോയ്സ്ചറും കൂടെ നമ്മൾ കളയും. അപ്പം ഓവർ എക്സ്ഫോളിയേറ്റ് ചെയ്യാതിരിക്കുക. പക്ഷേ ആഴ്ചയിൽ ഒരു പ്രാവശ്യം നന്നായിട്ട് മുഖവും ബോഡി സ്ക്രബ് ചെയ്യുക, വളരെ നല്ലതാണ്. പിന്നെ അമിതമായ ചൂടുവെള്ളത്തിലുള്ള കുളി നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ബാരിയറിനെ ബ്രേക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ അമിതമായ ചൂടുവെള്ളത്തിലുള്ള കുളി നിങ്ങൾ കഴിവതും ഒഴിവാക്കുക. ഇളം ചൂടുവെള്ളം ഓക്കെയാണ്, തണുത്ത വെള്ളം ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷെ എന്നാലും അമിതമായ ചൂടുള്ള വെള്ളത്തിലുള്ള കുളി കഴിവതും ഒഴിവാക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ ഡ്രൈ സ്കിന്നിനെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റിയ മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ. നമ്മുടെ ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസേഷൻ ആ ഒരു ഭാഗങ്ങളിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർ കഴിവതും ക്ലെൻസ് ചെയ്യുന്ന കാര്യം വളരെ ശ്രദ്ധിച്ച് മാത്രം യൂസ് ചെയ്യുക. എല്ലാ ക്ലെൻസേഴ്സും നമുക്ക് പറ്റിയതല്ല. ഓരോ സ്കിൻ ടൈപ്പുകാർക്കും പറ്റിയ ക്ലെൻസേഴ്സും മോയ്സ്ചറൈസേഴ്സും ടോണേഴ്സും എല്ലാം വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർ എല്ലാ പ്രോഡക്ട്സും ഒട്ടും നോക്കാതെ അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഒന്നും നോക്കാതെ മേടിച്ച് യൂസ് ചെയ്യരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമ്മൾ ക്ലെൻസിങ്ങിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഹൈലൂറോണിക് ആസിഡ്, അപ്പം അതിൻ്റെ ആ ഡിസ്ക്രിപ്ഷനിൽ ജസ്റ്റ് ഒന്ന് നോക്കുക. ഗ്ലിസറിൻ, ഹൈലൂറോണിക് ആസിഡ് ഉള്ള പോലത്തെ
കൈൻഡ് ഓഫ് പ്രോഡക്ട്സ്, വൈറ്റമിൻ ഇ ഉള്ള പ്രോഡക്ട്സ്, പിന്നെ ഈ സെറമൈഡ്സ് എന്നൊക്കെ പറയും, അതൊരു തരം ഹൈഡ്രേറ്ററാണ്, സെറമൈഡ്സ് ഒക്കെ ഉള്ള പ്രോഡക്ട്സ്. അങ്ങനത്തെ കൂടുതലായിട്ടുള്ള ക്ലെൻസേഴ്സ് നിങ്ങൾ യൂസ് ചെയ്യുക. അമിതമായ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്ഫോളിയേറ്റേഴ്സ് ഉള്ള, തരിതരികളുള്ള ഈ ചില ഫേസ് വാഷസ് ഒക്കെ ഉണ്ട്, അതിനകത്തെ തരികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കയ്യിലേക്ക് വെച്ചിട്ട് ഞെക്കുമ്പോൾ തന്നെ അതങ്ങ് അതിലേക്ക് അലിഞ്ഞു പോകും. അതല്ല ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ശരിക്കും സ്ക്രബ്ബറായിട്ടുള്ള അങ്ങനത്തേതെല്ലാം കൊണ്ട് എന്നും മുഖം വാഷ് ചെയ്യുകയും ക്ലെൻസറായിട്ട് അത് യൂസ് ചെയ്യാതിരിക്കുക. കഴിവതും ഞാൻ ഈ പറഞ്ഞ വൈറ്റമിൻ ഇ, ഹൈലൂറോണിക് ആസിഡ്, പിന്നെ ഗ്ലിസറിന്, പിന്നെ സെറമൈഡ്സ് പോലത്തെ ഹൈഡ്രേറ്റേഴ്സ് ഒക്കെ ഉള്ള ക്ലെൻസേഴ്സ് യൂസ് ചെയ്യുവാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും. അപ്പോൾ ക്ലെൻസർ ആലോചിച്ച് മാത്രം തിരഞ്ഞെടുക്കുക. എല്ലാ ക്ലെൻസറും നമുക്ക് പറ്റില്ല. ടോണേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഡ്രൈ സ്കിൻ ഉള്ള ആൾക്കാർക്ക് ടോണേഴ്സ് ഉപയോഗിക്കാമോ ഒത്തിരി പേര് ചോദിക്കുന്നതാണ്. ടോണർ നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കുമല്ലേ വീണ്ടും, അപ്പോൾ നമ്മൾ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ടോണർ യൂസ് ചെയ്യാൻ പറ്റുമോ, അതോ ഡ്രൈ സ്കിൻ, ഈ ഓയിലി സ്കിന്നുകാരുടെ പോഴ്സ് മിനിമൈസ് ചെയ്യാനാണല്ലോ ഈ ടോണർ, അപ്പോൾ പിന്നെ ഡ്രൈ സ്കിന്നുകാർ എന്തിനാണ് ടോണർ യൂസ് ചെയ്യുന്നത്? അതൊരു തെറ്റായ ധാരണയാണ്. ടോണേഴ്സ് ഡ്രൈ സ്കിന്നുകാർക്ക് ഉപയോഗിക്കാം, സേഫാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 പോയിന്റ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തേത്, നിങ്ങൾ എല്ലാ ടോണറും ചെന്ന് തലവെച്ച് കൊടുക്കരുത്. ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള ടോണർ നമ്മുടെ ഡ്രൈ സ്കിന്നിന് നല്ലതല്ല. പിന്നെ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് വായിക്കുന്നുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റിനകത്ത് വിച്ച് ഹേസൽ എന്നുള്ള കണ്ടന്റ് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് നമ്മുടെ സ്കിന്നിന് പറ്റിയ ടോണറല്ല. ഡ്രൈ സ്കിന്നുകാർക്ക് ആൽക്കഹോൾസ് ഉള്ളതും പിന്നെ വിച്ച് ഹേസൽ പോലത്തെ പ്രോഡക്ട്സ് ഉള്ളതും നമുക്ക് പറ്റത്തില്ല. പക്ഷേ ടോണർ യൂസ് ചെയ്യാം. എന്ത് നല്ല നല്ല ഇൻഗ്രീഡിയൻസ് ഉള്ള ടോണേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. അത് നമ്മുടെ സ്കിന്നിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ആ മോയ്സ്ചറൈസേഷനെ ലോക്ക് ഇൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു കാരണവശാലും സ്കിന്നിനെ ടോണർ യൂസ് ചെയ്തു എന്ന് കരുതിയിട്ട് ഒരിക്കലും നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവത്തില്ല. ഇനി വേറൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റോസ് വാട്ടർ ഒരു ടോണറാണോ? ഒത്തിരി പേരെ സംശയം അല്ലേ? അതെ, റോസ് വാട്ടർ ഒരു ടോണറാണ്. അത് മാത്രമല്ല, റോസ് വാട്ടർ ഒരു നല്ല ടോണറും കൂടിയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, അത് ഈസിലി അവൈലബിൾ ആണ് അല്ലേ? നമുക്ക് ഏത് സ്റ്റോറിൽ ചെന്നാലും റോസ് വാട്ടർ കിട്ടും. പക്ഷേ ക്വാളിറ്റിയുള്ള റോസ് വാട്ടർ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുക. പിന്നെ ചില ഒരു സമയം വരെ നമുക്ക് തെറ്റിപ്പോകുമായിരുന്നു അല്ലേ? ഫുഡ് ഗ്രേഡിലുള്ള റോസ് വാട്ടറും അല്ലാതെ കോസ്മെറ്റിക്കിനുള്ള റോസ് വാട്ടറും രണ്ടാണ്. അത് തെറ്റിപ്പോകുന്നത്. സോ റോസ് വാട്ടർ ഒരു ടോണറാണ്, നല്ല ടോണർ തന്നെയാണ്. അതൊരു ഈസിലി അവൈലബിൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ അത് നല്ലൊരു ടോണറാണ്. പിന്നെ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അത് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം. റോസ് വാട്ടറിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ രാവിലെ ഉറക്കം എണ്ണീറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണൊക്കെ ചിലപ്പം ഭയങ്കര പഫി ആയിട്ടിരിക്കും. നമുക്ക് ചിലപ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോകണം, ഒരു ഫംഗ്ഷൻ ഉണ്ട്, എന്തെങ്കിലും ഒരു കാര്യമുണ്ട്. പക്ഷെ നമ്മുടെ കണ്ണൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് പഫി ഐസായിട്ടായിരിക്കുന്നെങ്കിൽ കുറച്ച് റോസ് വാട്ടർ, ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന റോസ് വാട്ടർ, തണുപ്പിച്ച റോസ് വാട്ടർ കുറച്ച് പഞ്ഞിയിൽ മുക്കിയിട്ട് കണ്ണിൽ തൂക്കുകയാണെങ്കിൽ കുറച്ച് നേരം കൊണ്ട് തന്നെ നമ്മുടെ ഒരു പഫിനെസ് ഒക്കെ പോയിട്ട് നല്ല ഒരു ഷൈൻ കണ്ണിന് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അതൊരു ചെറിയ ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ള ഒരു ചെറിയ ടിപ്പാണ്. സോ റോസ് വാട്ടർ ഒരു നല്ല ടോണറാണ്, എല്ലാ സ്കിൻ ടൈപ്പിലും യൂസും ചെയ്യാം. പിന്നെ നമ്മൾ പറയുന്നത് ടോണിങ് കഴിഞ്ഞു. ഇനി നമുക്ക് മോയ്സ്ചറൈസേഷനെ കുറിച്ച് പറയാം. അതിന് മുമ്പായിട്ട് വേണമെങ്കിൽ നമുക്ക് ടോണർ എങ്ങനെയാണ് ഡ്രൈ സ്കിന്നുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ച് പറയാം അല്ലേ? എപ്പോഴും പറ്റുമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു സ്കിന്ന് ഒരു 5 to 10 സെൻറ്റിമീറ്റർ അകലത്തിൽ പിടിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ സ്പ്രേ ചെയ്യുവാണെങ്കിൽ ടോണർ പെട്ടെന്ന് സ്കിന്നിലേക്ക് അബ്സോർബ്ഡ് ആകും. അല്ലെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടൊരു കോട്ടൺ പാഡ് എടുത്തിട്ട് അതിൽ ടോണർ ഒഴിച്ച് എന്നിട്ട് ഇങ്ങനെ തൂക്കണ്ട, നിങ്ങളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ ടോണർ സ്കിന്നിലേക്ക് അബ്സോർബ്ഡ് ആയിക്കോളും. പിന്നെ നല്ലൊരു മോയ്സ്ചറൈസറാണ്. ഇതിന് ശേഷം നമ്മൾ നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം മോയ്സ്ചറൈസറിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒരു ബേസിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഡ്രൈ സ്കിന്നുകാർക്ക് എപ്പോഴും നല്ലത് ക്രീം ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സാണ്. ഒരുപാട് തരം മോയ്സ്ചറൈസേഴ്സ് ഇപ്പം നമുക്ക് കറൻ്റ്ലി അവൈലബിൾ ആണ്, മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അല്ലാതെ നമുക്ക് ഓൺലൈനിൽ കിട്ടും. അങ്ങനെ ഒരുപാട് മോയ്സ്ചറൈസേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അല്ലേ? നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ തന്നെ എന്തോരം യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പം ഏത് മോയ്സ്ചറൈസറാണോ നമുക്ക് നല്ലത്, ഡ്രൈ സ്കിന്നുകാർക്ക് എപ്പോഴും ക്രീം ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസറാണ് നല്ലത്. പക്ഷേ നിങ്ങളുടേത് ഡ്രൈ സ്കിൻ പ്ലസ് സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. കാരണം എനിക്ക് ഡ്രൈ സ്കിൻ ആണ് എന്നും പറഞ്ഞ് ഞാൻ കുറേ ക്രീം ബേസ്ഡ് പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ കുറേ ഓയിൽ ബേസ്ഡ് പ്രോഡക്റ്റ്സ് മേടിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ബ്രേക്ക്
ഔട്ട്സ് ഉണ്ടാവും. കാര്യം ശരിയാണ്, നമ്മുടെ സ്കിന്നും നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കും, നല്ല ഒരു ഓയിലി ടച്ചൊക്കെ നമുക്ക് കിട്ടും. പക്ഷേ അതിനേക്കാൾ ഉപരി നമുക്ക് പ്രശ്നം പറ്റാൻ പോകുന്നത് സിവിയർ ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാകും, നല്ലപോലെ കുരുക്കൾ വരാൻ തുടങ്ങും. അപ്പം അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ക്രീം ബേസ്ഡ് പ്രോഡക്ട്സ് യൂസ് ചെയ്യാം, ക്രീം ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. പക്ഷേ ഒന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് അത് ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. സോ അതാണ് മോയ്സ്ചറൈസേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഏത് മോയ്സ്ചറൈസറാണ് നല്ലത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. നമുക്കിതിനെപ്പറ്റി വേറെ സെപ്പറേറ്റ് വീഡിയോ, അതായത് ഡ്രൈ സ്കിന്നുകാർക്കുള്ള മോയ്സ്ചറൈസേഴ്സിനെ കുറിച്ച്, അതായത് പ്രൊഡക്റ്റ് വീഡിയോ നമുക്ക് വേറെ ചെയ്യാം. കാരണം അല്ലെങ്കിൽ വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകത്തില്ലേ, അതാണ് കേട്ടോ. അപ്പം കോമൺ ആയിട്ട് കിട്ടുന്നത് തന്നെയാണ്, നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള കുറേ മോയ്സ്ചറൈസേഴ്സ് ഉണ്ട് നല്ലത്. അത് തന്നെ ഡ്രൈ സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയത് ക്രീം ബേസ്ഡ് മോയ്സ്ചറൈസേഴ്സിനെ കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇത് ഇൻഫോർമേറ്റീവ് ആയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കണ്ട. എന്നിട്ട് ആ ഓപ്ഷൻസ് ഓൾ എന്നാക്കണം. എന്നാൽ മാത്രമേ ഭാവിയിൽ ഇനി ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ഇതുപോലെ തന്നെ ഓയിലി സ്കിന്നിനെ കുറിച്ചും കോമ്പിനേഷൻ സ്കിന്നിനെ കുറിച്ചും എല്ലാം ചെയ്യും വീഡിയോസ്. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻഫോർമേറ്റീവ് ആവുമല്ലോ. പക്ഷേ ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് അറിയുമ്പോഴാണ് നമുക്ക് സന്തോഷമാകുന്നത്. അതുകൊണ്ട് പ്ലീസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം. ഓക്കെ, സോ അൺടിൽ നെക്സ്റ്റ് ടൈം വി മീറ്റ്, ബൈ ബൈ.